രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേതസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാന ശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ നമ്മൾ രാവണവധാണ് പറഞ്ഞു വെച്ചത്. വീണ്ടും വീണ്ടും ആ ശിരസ്സുകൾ മുളച്ച് വന്നപ്പോൾ ബ്രഹ്മാസ്ത്ര പ്രയോഗം നടത്താൻ ആചാര്യനായിട്ടുള്ള അഗസ്ത്യൻ പറഞ്ഞു. അതിനു മുമ്പായിട്ടാണ് ആദിത്യ ഹൃദയവും ഉപദേശിച്ചു കൊടുത്തത്. ഇനി ഈ രാവണൻ മരിച്ചതായിട്ടുള്ള സമയത്ത് ആ രാമൻ ദേവന്മാരാൽ ചുറ്റപ്പെട്ടതായ ഇന്ദ്രനെ പോലെ ശോഭിച്ചു. വിഭീഷണൻ കുറച്ചങ്ങനെ ദുഃഖിച്ചു. മണ്ഡോദരി ദുഃഖിക്കുന്നുണ്ട്, പത്നിമാർ ദുഃഖിക്കുന്നുണ്ട്, രാക്ഷസിമാർ. മണ്ഡോദരി മറ്റ് പത്നിമാരും കൂടിയുള്ള ഒരു വിലാപം. ആദ്യമായിട്ട് വിഭീഷണൻ്റെ വിലാപമാണ് പറയുന്നത്. എത്രയായാലും സഹോദരനാണ്, അതൊരു വലിയ ബന്ധമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഒരമ്മയ്ക്ക് 5 മക്കളാണെന്നുണ്ടെങ്കിൽ ഒരാൾ പോയാൽ 5 കഴിഞ്ഞ് 4 എന്നൊരു തോന്നൽ ഏത് സഹോദരങ്ങൾക്കും ഉണ്ടാവും. 2 പോയി വെച്ചാൽ 2 പോയി, ഈ 3 മരണസമയത്ത് എന്തായാലും ആ സഹോദരൻ സ്നേഹം ഒന്നും കൂടി ഇങ്ങനെ മനസ്സിൽ തോന്നും. ആരായാലും ഉണ്ടാവും, എത്ര ദുഷ്ടനായിക്കോട്ടെ. അവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നം, ഈ സഹോദര ബന്ധം അല്ലെങ്കിൽ ചോരബന്ധം എന്ന് പറയുന്നത് ഒരു വലിയ ബന്ധമാണ്. സമാനം വയ്ക്കാൻ വേറൊന്നും ഈ ലോകത്തിലില്ല. പിന്നെ അച്ഛനും അമ്മയേ ഉള്ളൂ. പിന്നെ സെക്കൻഡ് ബന്ധമാണ് അത്രേ സഹോദര ബന്ധം. ഭാര്യ മക്കളൊക്കെ തേർഡിലേക്കാണ് വരിക, 2ലേക്ക് വരില്ല എന്നാണ്. അപ്പോൾ ആ വിഭീഷണൻ ദുഃഖിച്ചു. വീരവിക്രാന്ത വിഖ്യാത വിനീത നയഗോവിത. മരിച്ചു കഴിഞ്ഞാൽ അധികം ദോഷങ്ങളല്ല പറയുക. നയഗോവിതനാണ്, പല അറിവുകളും ഉള്ളവരാണ്, പരാക്രമശാലിയായിട്ടുള്ള ജ്യേഷ്ഠ, നീണ്ട കൈകൾ, എന്തെല്ലാം പരാക്രമങ്ങൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് നിശ്ചലമായല്ലോ. സൂര്യനെ പോലെ ശിരസിൽ അന്തസ്സായി ധരിച്ചേണ്ടതായ കിരീടം വീണ് കിടക്കുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വിഭീഷണൻ സങ്കടപ്പെട്ടു. അഹങ്കാരം, ഏട്ടൻ്റെ ഒരൊറ്റ അഹങ്കാരമല്ലേ ഇതിനെല്ലാം കാരണം. ധർമ്മവും മറ്റു കാര്യങ്ങളും ഒരുപാട് സംഗതികളെല്ലാം അറിയുന്ന ഏട്ടൻ എങ്ങനെ ഇങ്ങനെ സംഭവിച്ചത്? എല്ലാം അവസാനിച്ചു എന്നൊരു തോന്നൽ. വിഷ്ണുവിൻ്റെ ഏക സഹോദരൻ അവശേഷിക്കുന്നവനായിരുന്നു രാവണൻ. ഇന്ദ്രജിത്ത് പോയി, കുംഭകർണം പോയി, 2 പോയി. ഇനി താൻ മാത്രമല്ലേ ഉള്ളൂ. ഈശ്വര, ഇനി എന്ത് സൂര്യൻ, ഇനി എന്ത് ചന്ദ്രൻ, ഇനി എന്ത് ഉദയം, ഇനി എന്ത് അസ്തമയം, ഇനി എന്ത് ലോകം? അങ്ങനെയൊക്കെയൊരു തോന്നൽ. ചിത്രഭാനം പ്രശാന്താർച്ചിർ വ്യവസായോ നിരുദ്യമ അത്മിൻ നിപത്തിത്തെ ഭൂമോ വീരേ ശസ്ത്രഭൃതാം വരെ. എല്ലാ ആയുധത്തിലും വിപുണനായിരുന്ന ഇവൻ്റെ മരണത്തോടുകൂടി ലോകമേ അവസാനിച്ചു എന്നൊരു തോന്നൽ എനിക്ക്. നീ എന്താണ് ബാക്കിയിരിക്കുന്നത്? കിം ശേഷമിവ ലോകസ്യ ഹതവീരസ്യ സാമ്പ്രതം. ഇവൻ വധിച്ചിരിക്കെ ഇനി എന്താണ് അവശേഷിക്കുന്നത്? വലുതായിരിക്കുന്ന രാക്ഷസ വടവൃക്ഷം വീണിരിക്കുന്നു. പ്രണധൃതി പ്രവാള പ്രകസ അഗ്രപുഷ്പത്തപോബല ശൗര്യ നിബന്ധമൂല. ധൈര്യമാകുന്ന ഇലകളും സഹനം ആകുന്നതായിരിക്കുന്ന താരും തളിരുന്നാണല്ലോ പറയുക ഇലകൾ. തപസ്സാകുന്ന കാതലും ദൃഢശൗര്യമാകുന്ന വേരും എല്ലാമുള്ള രാക്ഷസ വൃക്ഷം ഇതാ വീണ് കിടക്കുന്നു. ഒരു വലിയ മതയാന ചെരിഞ്ഞ പോലെയല്ലേ
മരിച്ചിട്ട് പോലും ആ ഗാംഭീര്യത്തിനൊരു കുറവില്ല. ആന ചിരിഞ്ഞാലും അതിന് ഒരു എന്താ പറയുക, ആനച്ചന്തം പോലെ ഉണ്ടാവും എന്നാണ്. ചിരിഞ്ഞ് കിടക്കുകയാണെങ്കിലും അതിനൊരു കാണാൻ വരും ആൾക്കല്ലേ, ആന ചിരിഞ്ഞത് കാണാൻ വരും. അപ്പം ഈ ചത്ത് കിടക്കുന്ന ശരീരത്തെ കാണാനുള്ളത് അങ്ങനെയല്ല, ആനയാണ്. ഓർക്കും അതിൻ്റെ ആ ജീവിച്ചിരിക്കുന്ന കാലത്തെ പരാക്രമങ്ങളും ചലനങ്ങളും. ശരാ ചിരിഞ്ഞു പാവും എന്നൊരു തോന്നൽ ഉണ്ടാവും എന്നാണ്. അപ്പോൾ ഒരു ആന ഏത് പ്രകാരം ചെരിഞ്ഞു കിടക്കുന്നുവോ, ആന ചെരിയുക എന്നാണ് പറയുക. ആന ചെരിയുക, ചില ആൾക്കാരൊക്കെ തീപ്പെടുക, ചില ആൾക്കാർ കാലം ചെയ്യുക, മരണത്തിൻ്റെ ഓരോ ഭാഷകളാണ്. ആ ആന ചെരിഞ്ഞ പോലെ കിടക്കുന്ന രാവണനെ കണ്ടു. അങ്ങനെ വിഭീഷണൻ ദുഃഖിച്ചതായിട്ട് സമയത്ത് രാമൻ സമാശ്വസിപ്പിക്കുകയാണ്. ഒരാൾ വിഷമിക്കുമ്പോൾ മറ്റൊരാൾ രാമനെ ലക്ഷ്മണൻ സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ ദുഃഖിക്കുമ്പോൾ വേറൊരാൾ സമാധാനിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ആർക്കും ദുഃഖം വരില്ല എന്നൊന്നുമില്ല. ഈ സമാധാനിപ്പിക്കണവരൊരിക്കലും ദുഃഖിക്കില്ല, അങ്ങനെയില്ല. തൻ്റെ ദുഃഖം തനിക്ക് ആശ്വസിക്കാൻ കഴിയില്ല എന്നാണ്, അത് വേറെ ആൾ വേണം ആശ്വസിപ്പിക്കാൻ. ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഭീഷണ നീ ദുഃഖിക്കേണ്ട. ചണ്ഡവിക്രമനായിരിക്കുന്ന ഇവൻ ഒരു കഷ്ടമരണം എന്ന് ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ പറയാനില്ല. എന്താ കാരണം വെച്ചാൽ തോറ്റോടിയിട്ടാണല്ലോ ഇവൻ മരിച്ചത്. തോറ്റോടിയാൽ അത് ഏറ്റവും കഷ്ടമരണമാണ്, നരകാത്രേ അവർക്ക് കിട്ടുക. യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടിയിട്ട് ഒരാൾ മരിച്ചിട്ടില്ല. എന്തെങ്കിലും മഹാരോഗം വന്നിട്ട് ഇവൻ മരിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ലല്ലോ മരിച്ചത്. വിചാരിക്കാതെ വല്ലവരും വന്ന് കൊല്ലുകയാണോ? അതുമല്ല. ഇതൊക്കെയാണ് നമ്മൾ ദുഃഖിക്കാനുള്ള മരണം എന്നാണ്. ഒരു അപകട മരണം ഉണ്ടാവുക, ദുർമരണം ഉണ്ടാവുക. അതെന്താ വെച്ചാൽ മരിച്ചതിന് ശേഷവും ആ ആത്മാവിന് ദുഃഖം ഉണ്ടാവേണ്ടി വരും. അങ്ങനെയായത് അതൊന്നുമില്ല. വീരസ്വർഗമാണ് നിൻ്റെ ജ്യേഷ്ഠൻ പ്രാപിച്ചിരിക്കുന്നത്. ശത്രുവിനെ ശരിക്ക് എതിരിട്ടു, മരിച്ചു എന്നൊരു കഷ്ടം ഒഴിച്ചാൽ വീരയുദ്ധത്തിൽ മരിച്ചിട്ടുള്ള ഒരാളെക്കുറിച്ച് കരയരുത് എന്നാണ് ഇപ്പോഴുണ്ട് നിയമം. യുദ്ധത്തിൽ രാജ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ മരിച്ച് കൊണ്ടുവന്നാൽ കരയരുത് എന്നാണ് പറയുക. കാരണം അത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല ഉയർച്ചയാണ് അതുകൊണ്ട് കിട്ടുക. ശരീരത്തിൽ ഇപ്പം ഇങ്ങനെ ജീവിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനായി? ലോകത്തിലുള്ളതല്ലേ കിട്ടൂ, അല്ലാതൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ ഉയർന്ന വീരസ്വർഗം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടത്തെക്കാട്ടിലും മീതേണെന്നാണല്ലോ പറയണം. അവിടെ നീ ദുഃഖിക്കേണ്ട കാര്യമില്ല. പിന്നെ യുദ്ധത്തിൽ ജയവും പരാജയവും സ്വാഭാവികമാണ്. ഒരാൾ ജയിച്ചാൽ മറ്റൊരാൾ തോൽക്കും, തീർച്ചയല്ലേ. രണ്ടാളും ജയിക്കുമോ? രണ്ടാളും തോൽക്കില്ല, രണ്ടാളും ജയിക്കില്ല. ഒരാൾ തോറ്റിട്ടാണ് മറ്റൊരാൾ പരാജയപ്പെടുന്നത്. അത് സ്വാഭാവികമാണ്. അതിൽ ഒരാൾക്ക് ഒരിക്കലും കഷ്ടമില്ല. യുദ്ധത്തിൽ തോറ്റു എന്ന് പറഞ്ഞ് കരയേണ്ട കാര്യമൊന്നുമില്ല. എപ്പോഴാണ് മോശമാവുക? പിന്തിരിഞ്ഞ് ഓടിയാൽ, പിന്തിരിഞ്ഞ് പേടിച്ച് ഓടിയാൽ മാത്രം അത് ഒരു കഷ്ടം എന്ന് പറയാം. യുദ്ധത്തിൽ പിന്തിരിഞ്ഞ് ഓടരുത്. അതായത് ഒരിക്കലും നിൻ്റെ ജ്യേഷ്ഠൻ ചെയ്തിട്ടില്ല. വളരെ സധൈര്യം അവസാനം വരെ പോരാടി മരിച്ചിട്ടുള്ളതായിട്ട് നിൻ്റെ ജ്യേഷ്ഠന് വീരസ്വർഗമാണ് കിട്ടുന്നത്. പിന്നെ ദുഃഖിക്കുകയല്ല വേണ്ടത്. അനന്തര നടപടികളെക്കുറിച്ചുള്ള കർത്തവ്യമോ ജ്യേഷ്ഠൻ്റെ ശരീരത്തെ സംസ്കരിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ നീ ചിന്തിക്കണം എന്ന് പറഞ്ഞ് രാമൻ വിഭീഷണനെ കർത്തവ്യബോധം ഉണ്ടാക്കി. സ്വർഗീയമാധാനമദീനസത്വ, അധീനസത്വനാണ്, ഒരിക്കലും ദീനമരണമല്ല. അധീനസത്വ മരണാന്താനി വൈരാണി നിവൃത്തന്ന പ്രയോജനം ക്രിയതാമസ്യ സംസ്കാരോ മമാഹ്യേഷ യഥാതവ. സ്വർഗപ്രാപ്തികരമായിട്ടുള്ള കർമ്മങ്ങൾ നീ ചെയ്യുകയാണ് വേണ്ടത്. തുടർന്ന് ആ അന്തഃപുരത്തിലെ സ്ത്രീകൾ കിടന്ന് ഉരുണ്ട് കരഞ്ഞു. സ്ത്രീകൾ അങ്ങനെയാണല്ലോ, ഒന്നും കൂടി തീവ്രമാവും അവരുടെ ദുഃഖം. പ്രാണനാഥ, അനവധി പത്നിമാരുണ്ട് കേട്ടോ. മണ്ഡോദരി, ധന്യമാലിനി വളരെ പ്രധാനപ്പെട്ട പത്നിമാരാണ്, അല്ലാത്തവരുമുണ്ട്, അനവധി പത്നിമാർ. അപ്പോൾ അവരൊക്കെ കരയാൻ തുടങ്ങി. അയ്യോ ആര്യപുത്ര, അവർക്ക് എത്രയും ഭർത്താവാണ്. ആരൊക്കെ കുറ്റം പറഞ്ഞാലും അധർമ്മി എന്ന് പറഞ്ഞാലും കൊമ്പനാന നഷ്ടപ്പെട്ടതായിട്ടുള്ള പിടിയാനകളെ പോലെ അവരെല്ലാം കരഞ്ഞു. വലിയ ഒരു അഞ്ജന പർവ്വതത്തെ പോലെ. ഒരാളുള്ളപ്പോൾ വില അറിയില്ലാവോ? കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയോ? പലപ്പോഴും പോയാലാണ് വില അധികം അറിയുക. അങ്ങനെയുണ്ട്, ലോകത്തിൻ്റെ ഒരു സ്വഭാവമാണത്. അമ്മയുള്ളപ്പോൾ നമ്മുടെ വില അറിയില്ല എന്ന് പറയും. എന്ന പോലെ ഇവർ ദുഃഖിച്ചു. ആ ശരീരത്തെ, മരിച്ച ശരീരത്തെ കെട്ടിപ്പുണർന്നു, കരയാൻ തുടങ്ങി. പലർക്കും മോഹാലസ്യം വന്നു. പലതും ഇങ്ങനെ പറഞ്ഞ് പുലമ്പി. ആര്യപുത്ര, ഇന്ദ്രൻ, കാലൻ ഇവരെയൊക്കെ ജയിച്ച ആളാണ് അങ്ങ്.
കാലനെ ജയിക്കാൻ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇല്ല എന്നാണ്. ആ കാലനെ വെല്ലുവിളിച്ചു, കുബേരനെ വെല്ലുവിളിച്ചിട്ടോ പുഷ്പക വിമാനം അങ്ങ് സ്വന്തമാക്കി. അങ്ങനെയൊക്കെ പരാക്രമശാലിയായിട്ടുള്ള അങ്ങ് ഭൂമിയെ പുണർന്ന് കിടക്കുന്നത് കാണേണ്ടി വന്നല്ലോ. തോൽവി എന്താണെന്ന് അല്ലയോ രാജൻ അങ്ങൊരിക്കലും അറിഞ്ഞിട്ടില്ല. ദേവഗന്ധർവദാനവന്മാരാൽ ആരാലും തോൽപ്പിക്കപ്പെടാൻ പറ്റാത്തതായിരിക്കുന്ന അങ്ങൊരു മനുഷ്യനാൽ എങ്ങനെ തോൽപ്പിക്കപ്പെട്ടു? എല്ലാറ്റിനും കാരണം സീതയില്ല ആഗ്രഹം വെച്ചതല്ലേ? ഞങ്ങളെല്ലാം എത്ര പത്നിമാർ ഇവിടെ അങ്ങേക്ക് എന്തിനും തയ്യാറായിട്ടുണ്ടായിരുന്നു. ഒരിക്കലെങ്കിലും അങ്ങേക്ക് അപ്രിയം ഞങ്ങൾ പറഞ്ഞിട്ടില്ല. സുന്ദരിമാരായിട്ടും അതുപോലെ തന്നെ പല മാഹാത്മ്യമുള്ളവരും ഉണ്ട്. മണ്ഡോദരി ചില്ലറക്കാരത്തില്ല, മയൻ്റെ പുത്രിയാണ്. ധന്യമാലിനി മോശക്കാരത്തിയല്ല. സൗന്ദര്യം കൊണ്ടും എല്ലാം കൊണ്ടും അങ്ങക്ക് വശകകളായിരിക്കുന്ന എത്രയോ പത്നിമാരിവിടെ ഉണ്ടായിരിക്കേ എന്തിനാണ് ഒരു മനുഷ്യ സ്ത്രീയെ അങ്ങ് ശ്രദ്ധിച്ചത്? അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? അങ്ങയ്ക്കല്ല സത്യത്തിൽ കോട്ടം ഞങ്ങൾക്ക് പറ്റി, വൈധവ്യം ഞങ്ങൾക്കല്ലേ വന്നത് നാഥ. ഒരു തെറ്റും ചെയ്യാത്തതായിരിക്കുന്ന ഞങ്ങൾക്ക് വൈധവ്യം തന്നുകൊണ്ട്, അല്ലെങ്കിൽ തരത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ എന്തിനാണ് അങ്ങ് ചെയ്തത്? അല്ല, ഒന്നും അങ്ങേ പറഞ്ഞിട്ട് കാര്യമില്ല. വിധിയാണ് എല്ലാറ്റിനും കാരണം. എന്തൊക്കെയോ ചില സംഗതികൾ നമ്മളെ അറിയാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സുഖദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കണം. എത്ര സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും അത് ചിലത് പോകണമെന്നൊന്നുമില്ല. അതൊക്കെ എങ്ങനെയെങ്കിലും തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ ഉണ്ടാവുക എന്നല്ലാണ്ട് ചിലത് മാറുമൊന്നുമില്ല. അതുകൊണ്ട് ആ വിധിയാണ് ഈ ലോകത്തിൽ അലംഘനീയം എന്നിതാ ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പ്രകാരം പറഞ്ഞ വിലേപുരേവം ദീനാസ്ത രാക്ഷസാധിപയോഷിത, രാക്ഷസാധിപൻ്റെ യോഷിത സ്ത്രീകൾ പ്രകാരം കുരര്യ ഇവ ദുഃഖാർത്ഥ ബാഷ്പവര്യാകുലേക്ഷണ, രണ്ട് കണ്ണിൽ നിന്നും വെള്ളം ധാരധാരയായിട്ട് അങ്ങനെ ഒഴുകി അവർ കരഞ്ഞു. ഇനിയോ മണ്ഡോദരിയുടെ വിലാപമാണ്. അത് കുറച്ചും കൂടി ഗെയിമാണല്ലോ. പ്രധാന പത്നിയാണ് മണ്ഡോദരി. ആ മണ്ഡോദരി ദുഃഖിച്ചു. ഇന്ദ്രൻ, ഋഷികൾ മുതലായിട്ടുള്ളവരൊക്കെ അങ്ങയെ പേടിച്ചിരുന്നല്ലോ. ഒരു മനുഷ്യനോട് അങ്ങ് എങ്ങനെയാണ് പരാജയപ്പെട്ടത്? ഹേ രാജാവേ, അതായത് 3 ലോകത്തെയും ആക്രമിച്ച് കീർത്തിയും വീര്യവും നേടി അങ്ങനെയുള്ള അങ്ങേക്ക് തികച്ച അനുചിതം തന്നെ ഈ പരാജയം എങ്ങനെ സംഭവിച്ചു? എല്ലാം അങ്ങയുടെ ഭാഗത്തിൽ യേശൊരു വീഴ്ച വന്നു. കരവതം 14,000 രാക്ഷസന്മാർ മുതലായവരെ ബാലിയെക്കുറിച്ച് രാവണന് കേട്ടാവറയ്ക്കും അങ്ങനത്തെ സംഭവങ്ങളാണ് മുമ്പുണ്ടായിരിക്കുന്നത്. ഇവരെ വധിച്ച രാമൻ ഉറപ്പാണ് മനുഷ്യനല്ല. കരസ്തവഹതോ ഭ്രാതാത്തദേവസോ ന മാനുഷ, അങ്ങയുടെ ഭ്രാതാവായിട്ടുള്ള കരൻ മരിച്ചു. ആ ബാലി മുതലായിട്ടുള്ളവർ വധിക്കപ്പെട്ടു. ഇതൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടുള്ള രാമൻ മനുഷ്യനല്ല എന്ന് തീർച്ച. ഇവിടെ വന്ന് ആ ഹനുമാൻ ചെയ്ത കാര്യങ്ങൾ ചിന്തിച്ചാലോ അവനും ഒരു കുരങ്ങനൊന്നും അല്ല. അസാമാന്യ ശക്തിയുള്ള ഒരാളാണ് ഹനുമാൻ. ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം അങ്ങ് ഉൾക്കൊള്ളേണ്ടതാണ്. കൂടാതെയോ സമുദ്രത്തിൻ്റെ നടുക്കുകൂടെ ഒരു ചിറകെട്ട ഈ ലോകത്തിൽ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. ഇതെങ്ങനെ ഈ രാമനും കൂട്ടർക്കും സാധിച്ചു? അതിൽ നിന്നും ഇവർ ദൈവങ്ങളാണ് എന്ന് ഉറപ്പല്ലേ? ഈശ്വരനാണ്, ഭഗവാൻ വിഷ്ണുവാണ് ഈ രാമൻ എന്നത് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും അങ്ങ് പോകേണ്ടിയിരുന്നില്ല എന്നൊരു സൂചന. ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എല്ലാം കഴിയേണ്ടത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇന്ദ്രൻ അങ്ങയെ തോൽപ്പിച്ചതല്ല, ആർക്കും അങ്ങയെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ അങ്ങയെ ഒരു മനുഷ്യൻ എങ്ങനെ തോൽപ്പിക്കാനായിട്ട് കഴിയും? മനുഷ്യന്മാരാലോ വാനരന്മാരാലോ മാത്രമേ അങ്ങ് തോൽപ്പിക്കാൻ പറ്റൂ. അത് വരത്തിൽ പറഞ്ഞിട്ടില്ല. ഈ വാനരന്മാർ തോൽപ്പിക്കരുത് മനുഷ്യനും, അല്ലാത്തവർ ആർക്കും എന്നെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വാനരന്മാരും
തീർച്ചയായിട്ടും വെറും വാനരന്മാരല്ല. എന്തിനാണ് വാനരന്മാരുടെ കൂട്ടുപിടിച്ചത്? വാനരന്മാരാൽ രാവണൻ അവധ്യനല്ല, മനുഷ്യനാലും അവധ്യനല്ല. ഈ രണ്ടാൾക്കാരോട് മാത്രമേ അവധ്യത്തുള്ളൂ, ബാക്കിയുള്ളവർക്ക് മാത്രമേ വധിക്കാൻ പറ്റൂ. ബാക്കി ആർക്കും രാവണനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദേവന്മാർ വാനരന്മാരായിട്ട് അവതരിക്കാൻ ഭഗവാൻ രാമൻ വിഷ്ണു ചട്ടം കെട്ടി അപ്രകാരം ചെയ്തത്. ഒരു ചോദ്യം വരാം, ഈ വാനരന്മാരെ എന്തിനാണ് രാമൻ കൂട്ടുപിടിച്ചത്? വേറെ ആരും ഇല്ലേ ലോകത്തിൽ? ഇല്ലാഞ്ഞിട്ടല്ല, വേറെ ഒരാൾക്കും കൊല്ലാൻ പറ്റില്ല രാവണനെ. പിന്നെന്താ ചെയ്യുക? ദേവന്മാരെ വാനരന്മാരാവാൻ ആജ്ഞാപിച്ചു. അങ്ങനെയേ കൊല്ലാൻ പറ്റുള്ളൂ. ഒരു കേവലം വാനരന്മാരല്ല താനും. അപ്പം അതിലെന്താണ് ഒരു തെറ്റ്, ഒരു അയുക്തി ഉള്ളത്? യുക്തി തന്നെയാണത്, വേറെ മാർഗമൊന്നുമില്ലല്ലോ. അങ്ങനെ ഈ രാമവിരോധവും രാമശത്രുതയും അല്ലയോ നാഥ അങ്ങേക്ക് അപകടമായിട്ട് തീർന്നു. എന്തിന്? സീതയെ സ്വയം കാമിച്ചു. സ്വയം നാശത്തിന് അങ്ങ് തന്നെയല്ലേ വിത്ത് വിതച്ചത്, വേറൊരാളെ ഇതിന് പറയാനില്ല എന്നൊക്കെ പറഞ്ഞു മണ്ഡോദരി. ഇതെല്ലാം കർമ്മഫലമാണ്. ഞാനും വല്ലാതെ അഹങ്കരിച്ചു എന്ന് പറയാണ്. എന്താ? മയൻ്റെ പുത്രിയാണ് ഞാൻ, ലോകത്തെ മുഴുവൻ പറപ്പിച്ച രാവണൻ്റെ പത്നിയാണ് ഞാൻ, ഇന്ദ്രനെ ജയിച്ച ഇന്ദ്രജിത്തിൻ്റെ അമ്മയാണ് എൻ്റെ പുത്രൻ. ആരാ വെച്ചാൽ ഇന്ദ്രജിത്ത്. ഇതൊക്കെ എൻ്റെ പുത്രനാണ്. എനിക്ക് അഹങ്കാരം ഉണ്ടായി. അക്ഷകുമാരനാച്ചാൽ കേമനാണ്. അങ്ങനെ നല്ല മക്കൾ, നല്ല ഭർത്താവ്, ഇവരൊക്കെ ഉണ്ട് എന്നുള്ള അഹങ്കാരം, അതിനുള്ള തക്കതായ ഒരു ശിക്ഷയാണ് എനിക്കിപ്പോൾ കിട്ടിയത്, തിരിച്ചടിയാണ് എനിക്കിപ്പോൾ കിട്ടിയത്. കൈവള, തോൾവള, അതുപോലെ തന്നെ നല്ല നല്ല മാല, വൈഡൂര്യമാല, മുത്തുമാല, ഇതെല്ലാം ധരിച്ച് സിംഹാസനത്തിൽ ആരൂഢനായിട്ട് സർവ്വപ്രൗഢിയോടുകൂടിയും ഇരിക്കേണ്ടതായിരിക്കുന്ന അങ്ങ് ചോരയിൽ കുളിച്ച് ഈ മണ്ണിൽ കിടക്കേണ്ടതായിട്ട് വന്നില്ലേ? എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? സ്വപ്നമാണോ താൻ ഈ കാണുന്നത്? ഇതൊരിക്കലും യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തന്നെ എനിക്ക് കഴിയുന്നില്ല. ലോകപാലന്മാരെ ജയിച്ചു, ഇന്ദ്രനെ ജയിച്ചു, കാലനെ ജയിച്ചു, കുബേരനെ ജയിച്ചു. അത്തരത്തിലുള്ള അങ്ങേക്ക് ഇതെങ്ങനെ സംഭവിച്ചു? അതുകൊണ്ട് എന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ എന്തിനാ ഈ ലോകത്തിൽ ജീവിക്കണത്? പ്രപന്നോ ദുർഗമധ്വാനൻ രാജന്നത്യാസി ദുർഗമാ നയ മാം അഭിദുഃഖാർത്ഥാം നവർത്തിഷ്യേ ത്വയാവിന. ആ രാമനോട് അപേക്ഷിക്കുകയാണ്, എന്നെ കൂടി അങ്ങോട്ട് കൊണ്ടുപോവാ. കാലിനോടോ വിധിയോടോ ആരോടാ പ്രതീക്ഷിച്ചില്ല. എന്നെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ നന്നായിരുന്നു, ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും ചെയ്യുക. അദ്ദേഹം ഇല്ലാതെ ഞാൻ എങ്ങനെയാണ് ഇനി ഈ ലോകത്തിൽ ജീവിക്കുക? എന്നെ ഓരോരോ സമയത്തും ശാസിക്കുക ഒക്കെ ചെയ്തിരുന്നു, ചില നിർദ്ദേശങ്ങൾ തന്നിരുന്നു. മൂടുപടം ഇല്ലാതെ സ്ത്രീകൾ പണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല. ഈ മരിച്ച സമയത്ത് മൂടുപടം ഇല്ലാണ്ടാണ് വന്നത്. അപ്പം എന്താണ് മൂടുപടം ഇല്ലാതെ വന്നത് എന്ന് എന്താണ് നാഥ ചോദിക്കാത്തത്? സാധാരണ നിലയ്ക്ക് അങ്ങ് ചോദിക്കാറുണ്ട്, മൂടുപടം എന്താ മണ്ഡോദരിയില്ലാത്ത? എന്താണ് ഒന്നും ചോദിക്കാതെ മിണ്ടാതെ കിടക്കുന്നത്? എല്ലാം സ്ത്രീ ശാപം, വേദവതി പണ്ട് ജന്മത്തിൽ ശപിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊക്കെയാണ് ഇത്തരം സംഭവിച്ചത്, എല്ലാം വിധിയാണെന്നും പറഞ്ഞ് ആ ദുഃഖം ഉണ്ടായി. വലിയ തരത്തിലുള്ള ദുഃഖമാണ്. ആ മണ്ഡോദരി പ്രകടിപ്പിച്ചു, സ്ത്രീകൾ പ്രകടിപ്പിച്ചു, വിഭീഷണൻ പ്രകടിപ്പിച്ചു. ഇവിടുന്ന് അങ്ങോട്ട് രാവണ സംസ്കാരം, ശരീരത്തെ വേണ്ട പോലെ സംസ്കരിക്കണം. അതെന്തായാലും വളരെ ആവശ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഇവൻ അത്രയധികം പാപിയാണ്, ഞാൻ എന്തിന് ഇവൻ്റെ ശരീരം സംസ്കരിക്കണം? അപ്പോൾ രാമൻ ചോദിക്കുകയാണ്, എല്ലാ വൈരവും വിഭീഷണ മരണം വരെയുള്ളൂ. ഈ ശരീരത്തിൽ നിൽക്കുന്ന വരേക്ക് ഈ വൈരം വയ്ക്കാൻ പാടുള്ളൂ. ഇനി നിനക്ക് ആ വൈരത്തിന് അർഹതയില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഇപ്പോൾ അത് പറയരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവൻ്റെ സംസ്കാരം ഇനി ചെയ്യേണ്ടത് നീയാണ്. കാരണം മക്കളാരുമില്ല. തസ്മിന്നന്തരേ രാമോ വിഭീഷണം ഉവാചഹ സംസ്കാരക്രിയതാം ഭ്രാതു. ഭ്രാതാവിൻ്റെ സംസ്കാരത്തെ നീ ചെയ്യണം. ക്രിയച്ചെയ്ത നിവർത്തയ
ജ്യേഷ്ഠൻ്റെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുക, സ്ത്രീകളെ പറഞ്ഞയക്കൂ. സ്ത്രീകൾ ആ ശരീരത്തിൻ്റെ മുകളിൽ കിടന്ന് ഇങ്ങനെ അധികം നേരം ഇരിക്കുന്നത് ശരിയല്ലല്ലോ. അവരെ അന്തഃപുരത്തിലേക്ക് പറഞ്ഞയച്ച് ചെയ്യണം. ഭ്രാതൃരൂപോഹിമേ ശത്രു ഏഷ സർവാഹിതേരത. എൻ്റെ സഹോദരനാണെങ്കിൽ അവൻ ശത്രുവാണ് രാമ. പൂജാർഹനോ ബഹുമാന്യനോ അല്ല. ഞാൻ എങ്ങനെ ഇവൻ്റെ സംസ്കാരം ചെയ്യും? രാമൻ പറയണം, മരണാന്താനി വൈരാണി നിർവൃത്തം ന പ്രയോജനം. നീ ആരോടാണ് ഇപ്പോൾ കോപിക്കുന്നത്? നീ കണ്ട രാവണൻ ഇപ്പോൾ ഇല്ല, എവിടെയോ എത്തിക്കഴിഞ്ഞു. ഈ ശരീരത്തിനോട് നീ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? അതിനെ വിധിപ്രകാരം ചെയ്യൂ. രാവണൻ എവിടെയോ എത്തിക്കഴിഞ്ഞു. ആ മൈരത്തിന് ഇനി യാതൊരു സ്ഥാനവും ഇല്ല. ഒരാളുടെ എല്ലാം അതോടുകൂടി കഴിയുകയാണെന്ന് നമുക്ക് ഇതെന്ന് വരണു. ക്രിയാതാം അസ്യ സംസ്കാരോ മമാപ്യേഷ യഥാതവ. ആ സംസ്കാരം നീ ചെയ്യണം. അതുകൊണ്ട് നിനക്ക് കീർത്തി കൂടുകയുള്ളൂ. എൻ്റെ ഈ ആജ്ഞ നീ ചെയ്യണം. പിന്നെ നിവൃത്തിയില്ല. ഓർഡർ, ഇറ്റ് ഈസ് ആൻ ഓർഡർ. ഓർഡറായാൽ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല. വേഗം ചിത കൂട്ടി വിഭീഷണൻ അതനുസരിച്ച് രാമൻ പറഞ്ഞതനുസരിക്കണമല്ലോ. ചിതാം ചന്ദനകാഷ്ടാനാം പത്മകോശീരസമൃതാം ഭ്രാമ്യാസംവേശയം ചക്രു ആംഗവാസ്തരണ ആമൃതാം. വേണ്ട ഒത്തിരി ചന്ദനമുട്ടി രാമച്ചം മുതലായിട്ടതെല്ലാം കൊണ്ടുവന്ന് ബ്രാഹ്മ്യവിധി പ്രകാരം ചിത ഒരുക്കി. ബ്രാഹ്മ്യവിധി പല വിധികളുണ്ട്. അതിനാ വിധി പ്രകാരം അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണം എവിടെ വെച്ചു എന്ന് അവിടെ പറഞ്ഞത് തെക്ക് കിഴക്ക് ഭാഗത്ത് വേദി സ്ഥാപിച്ചു. യഥാസ്ഥാനത്ത് അഗ്നിയും നിക്ഷേപിച്ചു. തൈര് നെയ്യ് മുതലായിട്ടൊക്കെ നിറഞ്ഞ സ്രുവം ചുമലിൽ വെച്ച് അങ്ങോട്ട് കൊണ്ടുപോയി. തെക്ക് കിഴക്ക് ഈ ഭാഗത്താണ് ശരിക്കും സംസ്കരിക്കുക പണ്ട് എന്നാണ്. അത് സൗകര്യം ഇല്ലെങ്കിലാണ് വേറെ ദിക്ക് അന്വേഷിക്കുള്ളൂ. അതുകൊണ്ടാണ് ചിലർ പറയണത് ഈ അടുക്കള തെക്ക് കിഴക്കേ ഭാഗത്ത് എന്ന് ചിലർ പറയുന്നുണ്ട്. അഗ്നി അവിടെയാണ്. അത് ഉത്തമമല്ല എന്ന അഭിപ്രായക്കാരാണ് വടക്ക് കിഴക്കേ മൂലയിൽ അടുക്കള സ്ഥാപിക്കുന്നത്. അടുക്കള ഭക്ഷണം വയ്ക്കാനും സാത്വികമായിട്ടും ഈശ്വര പൂജയ്ക്ക് തുല്യമാണ് അഗ്നി. അതുകൊണ്ട് തെക്ക് കിഴക്ക് സംസ്കരിക്കേണ്ട സ്ഥലമാണ്. അത് രണ്ടും കൂടി എങ്ങനെ ഒന്നാവുക എന്നുള്ള ന്യായപ്രകാരം അഗ്നികോണിൽ അടുക്കള വയ്ക്കാറില്ല. നമ്മൾ ഈ മരിച്ച് ചെയ്യേണ്ട ഒരു കാര്യവും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യോ? തിണ്ടിയുടെ മുരൽ തെക്കോട്ട് വെക്കണം മരിച്ചാൽ എന്നാണ്. സാധാരണ വെക്കാൻ പാടുമോ? തെക്കോട്ട് ദീപം വെക്കരുത്, മരിക്കുമ്പോഴോ വെക്കണം. അപ്പോൾ മരണത്തിൻ്റെ കാര്യങ്ങളും ജീവിതത്തിൻ്റെ കാര്യങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ തെക്ക് കിഴക്കേ ആ കോർണറിലാണ് കോമ്പൗണ്ടിൽ ഈ മരിച്ച ശരീരം പണ്ട് വെച്ചിരുന്നത്. അപ്പം മരണസ്ഥാനമായതുകൊണ്ട് വീടും തെക്ക് കിഴക്കേ ദിക്കിൽ അടുക്കള ഉത്തമല്ല എന്ന് ചിലർ പറയുന്നു കേട്ടോ. ചിലർ പറയണത് അവിടെയാണ് അടുക്കള വേണ്ടതെന്നും പറയണ്ട. അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയമല്ല. എന്തായാലും ആ തെക്ക് കിഴക്കേ ദിക്കിലാണ് സംസ്കാരത്തിന് പണ്ട് പറ്റിയത്. അപ്പോൾ അടുക്കള അവിടെ ആകുമ്പോൾ ആ സംസ്കാരം അതും കൂടി ശരിയാവില്ല. തെക്ക് കിഴക്കേ ദിക്കിൽ അടുക്കളയും വരിക, അതിൻ്റെ അപ്പുറത്ത് സംസ്കാരവും ശരിയാവുമോ? അപ്പോൾ അതിന് കുറച്ച് വിട്ടിട്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വടക്ക് കിഴക്കേ ദിക്കിൽ അടുക്കള വെച്ചിരുന്നത്. ഒരു യുക്തി ഇത്രയേ ഉള്ളൂ. അതിന് വേണ്ടതായിട്ട് ആ കർമ്മങ്ങളോട് കൂടിയിട്ട് ആ പൂജകൾ ചെയ്തു. ഇന്നിപ്പോൾ അവിടെ വീട്ടിൻ്റെ ഉള്ളിലല്ലല്ലോ സംസ്കരിക്കുന്നത്, വേറെ സ്ഥലത്തായതുകൊണ്ട് അവിടെ അടുക്കള വിരോധമില്ല എന്ന് പറയാം. അവിടെ ഇല്ലല്ലോ. ഇപ്പം നമ്മൾ തെക്ക് കിഴക്ക് നോക്കിയിട്ടൊന്നുമല്ല സംസ്കരിക്കണം. ഇത് രണ്ടും കൂടി വരുമ്പോൾ അവിടെ ശരിയാവില്ല എന്നേ പറഞ്ഞുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാറ്റിയാൽ ആ ദോഷം തീർന്നു. എള്ള് കറുക മുതലായിട്ടതെല്ലാം ഉപയോഗിച്ച് ഉദകക്രിയ ചെയ്യുകയും ചെയ്തു. ജ്യേഷ്ഠന് ഉദകക്രിയ ചെയ്തു. അങ്ങനെ ആ രാമനും ബാക്കി എല്ലാവരും സന്തോഷിച്ചു. ഇനി അതിനുശേഷം വിഭീഷണനെ ലങ്കയിലത്തെ ആ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയാണ്. മുമ്പൊരിക്കൽ പ്രതീകാത്മകമായിട്ട് അഭിഷേകം ചെയ്തു എന്ന് കണ്ടു. അഭയം പ്രാപിച്ചു പോയപ്പോൾ അത് ശരിക്കുള്ള അഭിഷേകമല്ല. രാവണൻ ജീവിച്ചിരിക്കുമ്പോൾ വേറെ ആൾ രാജാവില്ലല്ലോ. അത് പ്രതീകാത്മകമാണ്. ഇപ്പോഴാണ് ശരിക്കുള്ളതായിട്ടുള്ള അഭിഷേകം നടത്തുന്നത്. സൗമിത്രേ, വിഭീഷണനെ ലങ്കയിലത്തെ രാജാവായിട്ട് നമുക്ക് വാഴിക്കാം. അങ്ങനെ സ്വർണ്ണക്കുടത്തിൽ പല സമുദ്രത്തിൽ നിന്നും ജലം കൊണ്ടുവന്ന് സിംഹാസനസ്ഥനാക്കി ആ വിഭീഷണനെ അഭിഷേകം ചെയ്തു. എല്ലാവരും ആനന്ദിച്ചു.
കാരണം നല്ലൊരു രാജാവ് വന്നു. രാമപക്ഷത്ത് ചേർന്ന ധർമ്മിഷ്ഠനായിട്ടുള്ള വിഭീഷണൻ ഭരിക്കുമ്പോൾ എന്തായാലും രാവണനെ പോലെ ആവില്ല. അങ്ങനെ മന്ദമാരുതിനൊക്കെ വീശിയ പോലെ എല്ലാ ദിക്കിലും സന്തോഷപ്രതീതി ഉണ്ടായി. വിഭീഷണൻ രാജാവുകയും ചെയ്തു. അങ്ങനെ ഹനുമാനെ സീതയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ്. രാവണവധം കഴിഞ്ഞിരിക്കുന്നു, ദേവിക്ക് രാമനെ കൂടി ചേരാനുള്ള സമയമായി എന്ന് പറഞ്ഞ് ആ സീത ദേവിയുടെ മറുപടി, അല്ലയോ ഹനുമാൻ, എന്തു പറഞ്ഞു സീത എന്ന് എന്നോട് പറയണം. ഈ ഹനുമാൻ സീതാ സംവാദമാണ് അടുത്ത രംഗം. പൂർവൻ രാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണകുംഭകർണനിധനം ഏതസ്യ രാമായണം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.